നീ എൻ സ്വന്തം ഭാഗം 86. എന്താ പ്രശ്നം? നിങ്ങൾ രണ്ടുപേരും കൂടി വീണ്ടും എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചോ? അവളുടെ അമ്മ ചോദിച്ചതും അവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടതും, എന്തു ചോദിച്ചാലും മോള് പറഞ്ഞതുപോലെ ഇങ്ങനെ മിണ്ടാതെ ഇരുന്നാൽ മതിയല്ലോ നിങ്ങൾക്ക്. ആ പെണ്ണിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ? മര്യാദയ്ക്ക് ചന്ദ്രമൗലി ഗ്രൂപ്പ് ഏട്ടനോ അല്ലെങ്കിൽ ശ്രീദേവോ അല്ലെങ്കിൽ എൻ്റെ മറ്റു 2 സഹോദരന്മാരോ ഏറ്റെടുത്ത് നടത്തിയേനെ. പക്ഷേ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് നിങ്ങളാണ്. എന്നിട്ട് അത് നേരാവണ്ണം നോക്കി നടത്താൻ പറ്റിയോ? നശിപ്പിച്ച് കളഞ്ഞില്ലേ രണ്ടുപേരും കൂടി? നിങ്ങളുടെ തോന്നിവാസമൊന്നും ഞാൻ അറിയുന്നില്ല എന്ന് കരുതരുത്. മിണ്ടാതെ ഇരുന്നതാ ഞാൻ, അവൾക്ക് വേണ്ടി മാത്രം. അത്രയും പറഞ്ഞ് അവരും അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അശോക് സിൻഹയും നാഗേന്ദ്ര സിൻഹയും പരസ്പരം നോക്കി. ഒന്നും സംസാരിക്കാതെ രണ്ടുപേരും അവിടെ തന്നെ ഇരുന്നു. വിശ്വം അയച്ചു കൊടുത്ത ലൊക്കേഷനിലെത്തിയതും ശ്രീദേവ് വേഗം തന്നെ മാസ്കും ഗ്ലാസും എടുത്തു വെച്ചു. അവൻ പുറത്തേക്കിറങ്ങി. കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ദക്ഷയും ഇറങ്ങി. അവൾക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. ശ്രീദേവിനെ ആരെങ്കിലും തിരിച്ചറിയുമെന്നുള്ള പേടിയായിരുന്നു അവൾക്ക് കൂടുതലും. അവളുടെ പേടി കണ്ടതും ശ്രീദേവ് അവളുടെ അടുത്തേക്ക് വന്നു. അവളുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് അവളെ അവൻ്റെ ദേഹത്തേക്ക് ചേർത്ത് നിർത്തി. എന്തിനാ പെണ്ണെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ശ്രീദേവ് ചോദിച്ചു. ദേവ്, ആരെങ്കിലും തിരിച്ചറിഞ്ഞ പ്രശ്നമാകും, മാറ്. അവൾ പറയുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആരും എന്നെ തിരിച്ചറിയില്ല, പോരെ? ശ്രീദേവ് പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ട് വിശ്വവും റോയും കൂടി വന്നു. നീ വന്നപ്പോഴേ തുടങ്ങിയോടോ ചെക്ക എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. നിന്നെ ആരെങ്കിലും തിരിച്ചറിയുന്നുള്ള ടെൻഷനിലായിരുന്നു ഞങ്ങൾ. പക്ഷേ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഇവിടെ ഇപ്പോൾ ആരും കാണുന്നില്ല. നീ എന്തായാലും വേഗം വാ എന്ന് പറഞ്ഞ് വേഗം അവർ രണ്ടുപേരും ശ്രീദേവിനെയും ദക്ഷയെയും അവരെടുത്ത ബീച്ച് റിസോർട്ടിലേക്ക് കൊണ്ടുപോയി. മനോഹരമായി ബീച്ചിനോട് ചേർന്ന ഒരു സ്റ്റേ ഹൗസായിരുന്നു അവർ എടുത്തത്. അല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവരെ ഒന്ന് മാറ്റി നിർത്തണമെന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളൂ. അതിനുവേണ്ടി എന്തിനാ ഇങ്ങനൊരു റിസോർട്ട് എടുത്തത്? ശ്രീദേവ് വിശ്വത്തിനോടും റോയിയോടും ചോദിച്ചു. എൻ്റെ പൊന്നു ശ്രീദേവ്, ഇവരെയെല്ലാം പുറത്തു കൊണ്ടുപോവാണെങ്കിൽ അന്യാചേലമാ. ഒരാളെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അടുത്ത ആൾ അങ്ങോട്ട് പോകും. അതിലും നല്ലത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തുകയാണെങ്കിൽ അവർക്ക് ആവശ്യത്തിന് ബീച്ചിലേക്ക് ഇറങ്ങാം, ബീച്ചിൽ കളിക്കാം. പിന്നെ ഇവിടെയും അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും. പിന്നെ ആവശ്യത്തിന് ഫുഡും. അതുപോലെ വെറുതെ ഇവരെയും കൊണ്ട് ഉള്ള റോഡ് മുഴുവനും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിലും സേഫ് ആണല്ലോ എന്ന് കരുതിയെടുത്തതാണ്. വിശ്വം പറഞ്ഞു. ഓ, അങ്ങനെയാണോ? അല്ലാതെ ഡയറക്ടർ വിശ്വം ഇതുപോലെ പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നത് വാർത്തയാകുമെന്ന് കരുതിയിട്ടല്ലല്ലോ? ശ്രീദേവ് പറഞ്ഞതും. അതും ഇല്ലാതില്ല, വിശ്വം പറഞ്ഞു. മനോഹരമായ ഒരു ഓലമേഞ്ഞ വീട് പോലെയുള്ള ഒരു ഹട്ടായിരുന്നു. ഇവിടെയാണോ? ശ്രീദേവ് ചോദിച്ചു. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. വന്നപ്പോഴേ ഫുഡടി തുടങ്ങി, വിശ്വം പറഞ്ഞു. അവരകത്തേക്ക് ചെന്നപ്പോഴേ കണ്ടു എല്ലാവരും ഭക്ഷണത്തിൻ്റെ മുമ്പിലിരിക്കുന്നത്. പലതരം ജ്യൂസ്, കേക്കുകൾ, കട്ട് ഫ്രൂട്ട്സ് എന്നുവേണ്ട സകല സാധനങ്ങളും അവരുടെ മുന്നിൽ ഇരിക്കുന്നത് കണ്ടതും വിശ്വം റോയിയെ നോക്കി. നിന്റെ ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ടോ? വിശ്വം ചോദിച്ചതും ഉണ്ട്. ആ, അപ്പം പിന്നെ കുഴപ്പമില്ല, നമ്മുടെ 3 പേരുടെയും കൂടി ആകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഇവൻ്റെയും കൂടി ഉണ്ടാവും, ഇല്ലേടാ? വിശ്വം കളിയായി ശ്രീദേവിനോട് പറഞ്ഞതും ശ്രീദേവും ദക്ഷയും അത് കേട്ട് ചിരിച്ചു. പെട്ടെന്നാണ് അവരുടെ പുറകെ ഒരു കേക്കുമായിട്ട് ശങ്കർ വന്നു നിന്നത്. പിന്നെ എല്ലാവരും എഴുന്നേറ്റ് ഹാപ്പി ബർത്ത്ഡേ പറയുകയായിരുന്നു. അത് ദക്ഷയ്ക്കും ശ്രീദേവിനും ഒരു സർപ്രൈസ് ആയിരുന്നു. എന്നാൽ 2 പേരും കൂടി കേക്ക് മുറിക്കണം. ഇത് നിങ്ങളുടെ 2 പേരുടെയും ജീവിതത്തിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് ആദ്യത്തെ ദക്ഷയുടെ പിറന്നാളാണ്. ഇത്രയും നാളും സിംഗിളായിരുന്ന ദക്ഷ ഇപ്പോൾ മിങ്കിളല്ലേ? അപ്പോൾ 2 പേരും കൂടി കേക്ക് കെട്ടി, ശങ്കർ പറഞ്ഞു. അവരുടെ മുന്നിലെ ടേബിളിൽ കൊണ്ടുവന്ന് കേക്ക് വെച്ചു. എല്ലാവരും അവർക്ക് ചുറ്റും കൂടി. ശ്രീദേവ് ദക്ഷയെ നോക്കി. നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന അവളെ കണ്ടതും ഇത്രയും നേരം മനസ്സിലുണ്ടായിരുന്ന പിരിമുറുക്കം ഇല്ലാതാകുന്നത് ശ്രീദേവ് അറിഞ്ഞു. അവളുടെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടതും, മോനെ ശ്രീദേവ്, കേക്ക് കട്ടയിടാ, പിന്നെ നോക്കാം, അവളിവിടെ തന്നെയില്ലേ? റോയ് പറഞ്ഞതും ശ്രീദേവ് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇടത് കൈകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് വലത് കൈ അവളുടെ കയ്യിലിരിക്കുന്ന നൈഫിലേക്കും കൂട്ടിച്ചേർത്ത് പിടിച്ച്
രണ്ടുപേരും കൂടി കേക്ക് കട്ട് ചെയ്തു. ശ്രീദേവ് കേക്കിൻ്റെ ചെറിയൊരു പീസ് എടുത്ത് അവളുടെ വായിലേക്ക് കൊടുത്തു. തിരിച്ച് അവളും ശ്രീദേവിന് കൊടുത്തു. പിന്നീട് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? ഇനി ഗിഫ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ ശരണ്യ ദക്ഷയുടെ മുന്നിലേക്ക് ഒരു ബോക്സ് കൊണ്ടുവന്ന് കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി, ഇത് എൻ്റെ വക കുഞ്ഞു സമ്മാനം, അവൾ പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാവരും അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും വിട്ടത് ഇതിനായിരുന്നു അല്ലേ, ഇതൊക്കെ വാങ്ങാൻ വേണ്ടി? ശ്രീദേവ് ചോദിച്ചു. അതേലോ. അല്ല ശ്രീദേവ്, നീ എന്താ ദക്ഷയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തത്? റോയ് ചോദിച്ചതും ദക്ഷ ഞെട്ടലോടെ ശ്രീദേവിനെ നോക്കി. ശ്രീദേവ് കള്ളച്ചിരിയോടെ ദക്ഷയെ നോക്കി. എന്താ ഏട്ടൻ ദക്ഷ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്തത്? ശരണ്യൻ ചോദിച്ചു. അവൾ അവൻ്റെ മുഖത്ത് ദയനീയമായി നോക്കി പറയല്ലേ എന്നുള്ള രീതിയിൽ നിന്നു. പറയേട്ടാ, ഏട്ടൻ കൊടുത്തില്ലേ? ഏട്ടനിനി ഒന്നും വാങ്ങിയില്ലേ? ശരണ്യ ചോദിച്ചു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആദ്യം ഇവൻ തന്നെയായിരിക്കും ഗിഫ്റ്റ് കൊടുത്തത്. ശ്രീദേവ്, പറയാൻ പറ്റാത്തതാണെങ്കിൽ പറയണ്ട, ശങ്കർ പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി. അതെന്താ പറയാൻ പറ്റാത്ത ഗിഫ്റ്റ്? ഭാനു ചോദിച്ചുകൊണ്ട് ദക്ഷയുടെ അടുത്തേക്ക് വന്നു. ദക്ഷ, എന്താ ശ്രീദേവ് സാറ് നിനക്ക് ഗിഫ്റ്റ് തന്നത്? അവൾ ചോദിച്ചു. അത് പിന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പോകുന്നതേയുള്ളൂ. ദക്ഷ വെപ്രാളത്തോടെ നിൽക്കുന്നത് കണ്ടതും ശ്രീദേവ് പറഞ്ഞു. കൊടുത്തില്ലേ അപ്പോൾ നീ പിന്നെ ഇന്നലെ? പെട്ടെന്ന് എന്തോ പറയാൻ വന്ന വിശ്വം പെട്ടെന്ന് നിർത്തി ചുറ്റുമുള്ളവരെ നോക്കി. ഏട്ടാ, ഇന്നലെ എന്താ? അത് 12 മണിക്ക് വിളിച്ച് ദക്ഷയെ വിഷ് ചെയ്തു, അത് പറഞ്ഞതാ ഞാൻ, വിശ്വം പറഞ്ഞു. അതല്ലല്ലോ, ഇത് ഏട്ടൻ ആദ്യമായിട്ട് ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നതല്ലേ, അപ്പോൾ അതും ചേച്ചിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഏട്ടൻ്റെ ഒപ്പം. അപ്പോൾ ആദ്യം ഗിഫ്റ്റ് കൊടുക്കേണ്ടത് ഏട്ടനായിരുന്നു. ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഏട്ടൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ലേ ഞങ്ങൾ കൊടുക്കുള്ളായിരുന്നു, ശരണ്യ പറഞ്ഞു. അതിനെന്താ, ഇപ്പോഴാണെങ്കിലും എനിക്ക് കൊടുക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് അവൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. ദക്ഷ അമ്പരപ്പോടെ അവനെ നോക്കി നിൽക്കുകയാണ്. ഇന്നലെ ശ്രീദേവ് തനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അതോർക്കുമ്പോൾ ഇപ്പോഴും ദക്ഷയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ട്. അവളുടെ മുഖം ചുവന്ന് തൊടുത്തിട്ടുണ്ട്. ശ്രീദേവ് ദക്ഷയുടെ മുഖത്തേക്ക് നോക്കിയതും അവളുടെ മുഖത്തെ തെളിച്ചം കണ്ടപ്പോൾ തന്നെ അവൾ എന്താണ് ഓർത്തതെന്ന് ശ്രീദേവിന് മനസ്സിലായിരുന്നു. ശ്രീദേവ് അവളുടെ അടുത്തേക്ക് നടന്നു. അപ്പോഴാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബോക്സ് ദക്ഷ കാണുന്നത്. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ലവ് എന്ന് പറഞ്ഞ് ശ്രീദേവ് ആ ബോക്സ് അവൾക്ക് നേരെ നീട്ടി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ 2 കൈകൾക്കുള്ളിലുമാക്കി കെട്ടിപ്പിടിച്ചു. അവളുടെ ചെവിയുടെ അടുത്തായി വന്നുകൊണ്ട്, ഇത് മുത്തശ്ശി തന്ന ഗിഫ്റ്റാണ്, ഞാൻ തന്നെ നിനക്ക് തരണമെന്ന് മുത്തശ്ശി പറഞ്ഞതാണ്. ശ്രീദേവ് ആരും കേൾക്കാതെ അവളുടെ ചെവിയിലായി പറഞ്ഞതും അവൾ അടർന്നു മാറിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ 2 കണ്ണും ചിമ്മി കാണിച്ചു. തുറന്നു നോക്ക്, ശ്രീദേവ് പറഞ്ഞതും അവൾ ആ ബോക്സ് വാങ്ങി തുറന്നു നോക്കി. അതിൽ ഒരു വെൽവെറ്റ് തുണി കണ്ടതും അവൾ അതും തുറന്നു. അതിൽ നീലക്കല്ലോടുകൂടി അതിനു ചുറ്റും വൈറ്റ് സ്റ്റോണും പതിപ്പിച്ച ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു. ആയി, കൊള്ളാലോ, ഇത് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഭാനുവും ശരണ്യയും എല്ലാവരും നോക്കി. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ടല്ലേ കാണാൻ, ഭാനു പറഞ്ഞു. ഭാനു, ഇത് ടൈറ്റാനിക് മൂവിയിലെ ആ ബ്ലൂ സ്റ്റോൺ പോലെയുണ്ടല്ലേ, സാരംഗി പറഞ്ഞു. ആ അതെ, ഇവൻ കഴിഞ്ഞ ദിവസം കടലിൽ പോയിട്ടുണ്ടായിരുന്നു, അത് മുങ്ങിയെടുക്കാനായിട്ടേ, അങ്ങനെ എടുത്തതായിരിക്കും. എന്നാലും ശ്രീദേവ്, ഇത് നീ എവിടെ കൊടുത്തിട്ട് ബ്രേസ്ലെറ്റ് ആക്കി മാറ്റിയത്? വിശ്വം ചോദിച്ചതും ഭാനു അവൻ്റെ മുഖത്തെ നോക്കി എന്തോന്നടേ ഇത് എന്നുള്ള രീതിയിൽ എക്സ്പ്രഷൻ ഇട്ടു. അല്ലാതെ പിന്നെ എന്ത് പറയാനാ, എന്തെങ്കിലും കണ്ട അപ്പ അതുപോലെ ദേ ഇതുപോലെ ഇത് തന്നെയായിരുന്നു വരുന്ന വഴിയും, അതുകൊണ്ട് പറഞ്ഞതാ, വിശ്വം പറഞ്ഞു. മതി വഴക്കിട്ടത്, ശ്രീദേവ് നീ തന്നെ ഇത് അവളുടെ കയ്യിലിട്ട് കൊടുക്ക്. റോയ് പറഞ്ഞതും ശ്രീദേവ് ആ ബ്രേസ്ലെറ്റ് അവളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. വീണ്ടും അവളെ അവൻ കൈക്കുള്ളിലാക്കി കെട്ടിപ്പിടിച്ചു. ചെവിയിലായി പറഞ്ഞു, ഇത് ഊരരുതെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി, ശ്രീദേവ് പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ തലയണക്കി. ഇവൻ കിട്ടുന്ന അവസരം മുഴുവനും പാഴാക്കുന്നില്ലല്ലോ,
ഇപ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയാണെങ്കിൽ നമ്മളില്ലാത്തപ്പോൾ എന്തായിരിക്കും? ശങ്കർ പറഞ്ഞു. ശ്രീദേവ് ദക്ഷയെ നോക്കി രണ്ട് കണ്ണും ചിമ്മി കാണിച്ചു. അപ്പോൾ ഇനി എന്താ പരിപാടി? നമുക്ക് ഒന്ന് ബീച്ചിലേക്ക് ഇറങ്ങിയാലോ? എൻ്റെ പൊന്നു മോളെ, ഇത് 11 മണി സമയമാണ്, നല്ല വെയിലാണ്, ഇപ്പം അങ്ങോട്ട് പോകണ്ട. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. വാ, നമുക്ക് ആ പൂളിലൊക്കെ ഇറങ്ങിയിട്ട് അവിടെ ഇരുന്ന് ജ്യൂസൊക്കെ കുടിക്കാം. വിശ്വം പറഞ്ഞതും, അതിന് ഞങ്ങൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഇതിട്ടുകൊണ്ട് ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തിട്ടുണ്ടോ മനുഷ്യ ഞങ്ങൾ പോകുന്നത്? നിങ്ങൾക്കുള്ള ഡ്രസ്സെല്ലാം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ദക്ഷയ്ക്ക് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ നിങ്ങൾക്കും കൂടി വാങ്ങിയിട്ടുണ്ട്. ആ കബോർഡിൽ നിങ്ങൾക്കുള്ള ഡ്രസ്സുകളുണ്ട്. അതിൽ നിന്നും ദക്ഷയ്ക്കുള്ള ഗിഫ്റ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അളവൊക്കെ ഏകദേശം നിങ്ങളെ കാണിച്ചു കൊടുത്ത് മേടിച്ചതാണ്. അത് ശരി. അപ്പോൾ ദക്ഷയ്ക്ക് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഈ കുട്ടിയെപ്പോലെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കാണിച്ചു കൊടുത്തത് ഞങ്ങൾക്കും ഡ്രസ്സ് എടുക്കാനായിരുന്നല്ലേ? സാരംഗി പറഞ്ഞു. അതെ, നിങ്ങൾക്കും കൂടി എടുക്കാനായിരുന്നു. എന്നാൽ പിന്നെ ഇനിയൊന്നും നോക്കണ്ട, നമുക്കും കൂടി ഇറങ്ങാം എന്ന് പറഞ്ഞ് എല്ലാവരും പൂളിലേക്ക് ഇറങ്ങി. ശ്രീദേവും ദക്ഷയും എല്ലാവരും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വിശക്കുന്നത് വരെ എല്ലാവരും പൂളിൽ തന്നെ ഇരുന്നു. വിശപ്പ് തോന്നി തുടങ്ങിയതും എല്ലാവരും കയറി. അതെ, ഇനിയും പൂളിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഡ്രസ്സ് മാറണ്ട, ഭക്ഷണം ഇവിടെ എത്തിക്കാൻ പറയാം, റോയ് പറഞ്ഞു. എന്നാൽ പിന്നെ ഇവിടെ വെച്ച് തന്നെ ഭക്ഷണവും കഴിക്കാം. അത് കേട്ടതും എല്ലാവർക്കും അത് സമ്മതമായിരുന്നു. എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരം കൂടി നമുക്ക് ഇവിടെ ഇരിക്കാം. അതിനുശേഷം വെയിലാറി കഴിയുമ്പോൾ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു പിന്നീട് എല്ലാവരും ആ ദിവസം നന്നായി തന്നെ എൻജോയ് ചെയ്തു. വൈകുന്നേരം ബീച്ചിലും പോയി. പെൺപിള്ളേരുടെ ആഗ്രഹത്തിനൊത്ത് ശ്രീദേവ് അടക്കം എല്ലാവരും നിന്നുകൊടുത്തു. എല്ലാവരും എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു. ദക്ഷയുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു പിറന്നാളായിരുന്നു. പ്രണയിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന പുരുഷൻ, അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള പിറന്നാൾ അവൾ മനസ്സിലോർത്തു. ശ്രീദേവ് അവളുടെ അടുത്ത് വന്നു. ദക്ഷ, എന്താ ആലോചിക്കുന്നേ? നനഞ്ഞ വസ്ത്രങ്ങളെല്ലാം മാറി അവർ വാങ്ങിയ പുതുവസ്ത്രമിട്ട് വീണ്ടും കടലിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ദക്ഷയുടെ അടുത്ത് വന്ന് ശ്രീദേവ് ചോദിച്ചു. ഒരിക്കലും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. പ്രണയിച്ച് വിവാഹം കഴിക്കൂ എന്നുണ്ടായിരുന്നു. പക്ഷേ ലോകമെമ്പാടും എല്ലാവരും അറിയപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളുടെ ആരാധ്യ പുരുഷനെ ഒന്ന് കാണാൻ പോലും കൊതിക്കുന്ന, എന്തിന് ഒന്ന് തൊടാൻ പോലും കൊതിക്കുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ടെന്ന് എനിക്കറിയാം. അവരുടെയെല്ലാം സ്വപ്നമായ ശ്രീദേവിനെ എനിക്കറിയില്ല. ഇപ്പോഴും സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രണയമായിട്ട് ഇങ്ങനെ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല, അവൾ പറഞ്ഞു. അത് കേട്ട് ശ്രീദേവ് അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ പുറകിലായി നിന്നു. അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവളുടെ പുറംഭാഗം അവൻ്റെ നെഞ്ചിൽ തട്ടി നിൽക്കുകയാണ്. ശ്രീദേവിൻ്റെ കൈകൾ അവളുടെ അഴിഞ്ഞു കിടക്കുന്ന മുടിയിലെത്തി. അവൻ്റെ കൈകൾ കൊണ്ട് മുടി മാടി മുന്നിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ പുറം കഴുത്തിൽ അവനൊന്ന് ചുംബിച്ചു. ദക്ഷ ഒന്ന് വിറച്ചുപോയി. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. അവളുടെ രണ്ട് കൈകളും അവളുടെ ഡ്രസ്സിൽ മുറുകി. എനിക്ക് നിന്നെ വിശ്വസിപ്പിക്കാൻ ഇങ്ങനെയൊക്കെയല്ലേ പറ്റൂ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു, എൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നല്ല, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നിന്നെ കൈപിടിച്ച് കൊണ്ടുവന്നു. ഇനി എന്നിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് നിനക്കുണ്ടാകില്ല ദക്ഷ, ശ്രീദേവ് പറഞ്ഞു. അവളും തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. ഞാനും ആഗ്രഹിക്കുന്നില്ല ഈ ശ്രീദേവിൽ നിന്നും ഒരു തിരിച്ചുപോക്ക്, അവൾ പറഞ്ഞതും അവൻ അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു. അതെ, കഴിഞ്ഞില്ലേ, പോകാറായി. അവിടെ വൈകിട്ട് മുത്തശ്ശിയും മുത്തശ്ശനുമെല്ലാം കേക്കെല്ലാം വാങ്ങി കാത്തിരിക്കുകയാണ്. പോയാലോ? പോകാം. പക്ഷേ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇവളെ എനിക്ക് ഇതുപോലെ ചേർത്ത് നിർത്താനൊന്നും പറ്റില്ല, ശ്രീദേവ് പറഞ്ഞു. അതെന്താ? നിന്റെ അച്ഛനെയും അമ്മയും ഓർത്തിട്ടാണോ? അവരെ ഓർത്ത് നീ പേടിക്കണ്ട, അവരെ നമുക്ക് സിമ്പിളായിട്ട് ഡീൽ ചെയ്യാം, റോയ് പറഞ്ഞു. അവരല്ല, മൂന്നാറ് പോയവരെല്ലാവരും വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. 5 മിനിറ്റ്സിനുള്ളിൽ അവർ വീട്ടിലെത്തും, ശ്രീദേവ് പറഞ്ഞു. അതെന്താ പോയവരെല്ലാം തിരിച്ച് പെട്ടെന്ന് പോകുന്നത്?
കുറച്ച് ദിവസം കഴിഞ്ഞിട്ടില്ലേ വരുമെന്ന് പറഞ്ഞത്? പെട്ടെന്ന് അത് കേട്ടതും ശരണ്യ ചോദിച്ചു. അവർ പോയ കാര്യം നടന്നു കാണില്ല, അതുകൊണ്ടായിരിക്കും തിരിച്ചു വരുന്നത്, ശ്രീദേവ് പറഞ്ഞു. അയ്യോ, ഇന്ന് ഇത്രയും സന്തോഷിച്ചപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ടകശനിയായിരിക്കുമെന്ന്, ശരണ്യ പറഞ്ഞു. ഇല്ല മോളെ, ഇനിയുള്ള ദിവസങ്ങളിലൊന്നും നമുക്ക് കണ്ടകശനി ഉണ്ടാകുകയില്ല, അതൊക്കെ ഏട്ടൻ നോക്കിക്കൊള്ളാം, ശ്രീദേവ് പറഞ്ഞുകൊണ്ട് ശരണ്യയും ചേർത്ത് പിടിച്ചു. വലത് ഭാഗത്ത് ശരണ്യയും ഇടത് ഭാഗത്ത് ദക്ഷയുമായിട്ട് നിന്നു. എന്നാ പിന്നെ ഇനി പോകാം, ഇനി ബോറടിക്കില്ല അല്ലേ? സമയം പോക്കിന് അവരുണ്ടാകും അല്ലേടാ? റോയ് പറഞ്ഞതും ആ, സമയം പോക്കിനുണ്ടാകും, അത് ആരുടെ സമയം പോക്കാണെന്ന് അവിടെ ചെല്ലുമ്പോഴേ അറിയാൻ പറ്റൂ, ശങ്കർ പറഞ്ഞു. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, അവള് മണപ്പിച്ച് ശ്രീദേവിൻ്റെ പുറകെ ആയിരിക്കുമല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് പണിയുണ്ടാകും. നമ്മുടെ ദക്ഷക്കൊച്ച് വെറുതെ ഇരിക്കോ കൊച്ചേ? ശങ്കർ ചോദിച്ചതും ഇല്ല, അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അവളുടെ മുഖഭാവം കണ്ട് ശ്രീദേവിന് ചിരി വന്നു. എന്നാ പിന്നെ പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവിടെ നിന്ന് തിരിച്ചു. അവർ വീട്ടിലേക്ക് എത്തിയപ്പോഴേ കണ്ടു പുറത്തെ നീണ്ട വരാന്തയിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നാഗേന്ദ്രനെ. കാറിൽ നിന്നും ഇറങ്ങുന്ന ദക്ഷയെയും കൂട്ടരെയും കണ്ട് അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. ആ, കോഴി തല പൊക്കിയിട്ടുണ്ട്, വിശ്വം പറഞ്ഞു. ആ കോഴിനെ ഞങ്ങൾ കറിയാക്കി തരാം കേട്ടോ ചേട്ടന്മാരെ, ശ്രീകുട്ടി പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാകും, അവരും പറഞ്ഞു. അപ്പോഴാണ് ഗേറ്റ് കടന്ന് ശ്രീദേവിൻ്റെ കാറ് വന്നത്. ഇവിടെ എത്തുന്നതിന് കുറച്ച് മുമ്പാണ് ശ്രീദേവിൻ്റെ കാറിൽ നിന്നും ദക്ഷ ഇറങ്ങി വിശ്വത്തിൻ്റെ കാറിലേക്ക് കയറിയത്. ഒന്നും അറിയാത്തതുപോലെ ശ്രീദേവ് വരുന്നത് കണ്ട് ഇവൻ ശരിക്കും നല്ലൊരു നടനാണ്, വിശ്വം പറഞ്ഞു. അത് കേട്ടുകൊണ്ടുവന്ന ശ്രീദേവ്, നീ ഇത് ഇടയ്ക്കിടെ പറയണ്ട, നിന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കാം എന്ന് പറഞ്ഞ് എഗ്രിമെൻ്റ് ചെയ്തതാണല്ലോ, പിന്നെ എന്തിനാ നീ കിടന്ന് പുകഴ്ത്തുന്നത്, ശ്രീദേവ് ചോദിച്ചു. ചുമ്മാ ഒരു രസം എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് കയറിയതും ശ്രീദേവ് എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് കനിക വരുന്നത്. നിനക്കിന്ന് ഷൂട്ടുണ്ടായിരുന്നോ? നേരത്തെ കഴിഞ്ഞതാണോ? അവൾ ചോദിച്ചുകൊണ്ട് ശ്രീദേവിൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ കയ്യിൽ പിടിച്ചു. അത് കണ്ടതും എല്ലാവരും ദക്ഷയെ നോക്കി. ദക്ഷയുടെ കണ്ണുകൾ കനികയിൽ തന്നെയായിരുന്നു. അവളുടെ മുഖത്തെ ഭാവം എന്താണെന്ന് ആ സമയം അപ്പോൾ ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ശ്രീദേവും ആ സമയം ദക്ഷയെ നോക്കി. എന്നാൽ യാതൊരു ഭാവമാറ്റവുമില്ലാതെ കനികയെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ടേ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ.